ലൈഫിലൊരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ ഭയങ്കര സെൽഫ് ഡൗട്ടഡ് ആയിരുന്നു. ഞാൻ എൻ്റെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ പ്രൊഡക്റ്റീവ് ആണോ? എൻ്റെ അംബിഷൻസ് ഒക്കെ അച്ചീവ് ചെയ്യാനുള്ള എഫേർട്സ് ഞാൻ ഇടുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് തോട്ട്സ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ടെക്നിക്സ്, എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ചില ഹാബിറ്റ്സ് എന്നെ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആക്കാനും ഈ തോട്ട്സിൽ നിന്നൊക്കെ, ഈ സെൽഫ് ഡൗട്ടിൽ നിന്ന് പുറത്ത് കടക്കാനും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ ടെക്നിക്സ് ആൻഡ് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആക്കാൻ ഈ ടിപ്സ് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു 10 മിനിറ്റ് വീഡിയോ ഒരിക്കലും വേസ്റ്റായി എന്ന് നിങ്ങൾക്ക് തോന്നില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. മൈസെൽഫ് അശ്വതി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ടിപ്പ്, നിങ്ങൾക്കൊരു ഹാബിറ്റ് ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. ഇല്ലെങ്കിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് ഈ ഒരു സെൽഫ് ഡൗട്ട് ഫീൽ ഉണ്ടായി തുടങ്ങുന്നത് എൻ്റെ കരിയറിൻ്റെ ഒരു 4-5 ഇയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. 2019 ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയത്. ആൻഡ് സ്ട്രേറ്റ് അവേ ആ ഇയർ തന്നെ ഞാൻ പ്ലേസ്ഡ് ആയി. പിന്നെ 2 വർഷത്തിന് ശേഷം ഞാൻ കമ്പനി സ്വിച്ച് ചെയ്തു. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഞാനൊക്കെ ആണെങ്കിൽ ആർട്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. ഈവൻ ഇനിയിപ്പോൾ ആർട്സോ സ്പോർട്സിലോ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടി നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ, ഒരു വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. നമ്മൾ ലൈബ്രറീസ് ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അസൈൻമെൻറ്റ്സ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷേ ഈ ജോബിലേക്കൊക്കെ കടന്നു കഴിയാൻ നേരത്ത് നമുക്ക് ഒരു 9 to 5 ജോലി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനൊന്നുമില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ വീട്ടിലെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതല്ലാതെ നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ മറ്റൊരു കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മറ്റൊരു കാര്യത്തിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നില്ല. നമ്മളൊരു അംബീഷ്യസ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഈ ചെയ്യുന്നത് കറക്റ്റാണോ, നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനില്ലേ, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യും. ഇതെല്ലാം റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾക്കൊരു ഹോബി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട്, പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഹോബി എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളായിരിക്കണമെന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവില്ല, പിന്നെ ഞാൻ എങ്ങനെ ഒരു ഡാൻസ് ക്ലാസ്സിന് ചേരും, അങ്ങനെ വിചാരിക്കേണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം നിങ്ങൾക്ക് ആർട്സിലോ സ്പോർട്സിലോ ഒന്നും അത്ര താല്പര്യമില്ല, അപ്പം എന്ത് ഹോബി ആയിരിക്കും ഞാൻ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ ഒന്ന് ബെറ്റർ ആക്കാനായിട്ടുള്ള എന്തെങ്കിലും ആപ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗെയിം പഠിക്കാം. ഈവൻ ചെസ്സ് പോലത്തെ ഗെയിംസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് വഴി പഠിക്കാം, വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം, യൂട്യൂബ് ചാനൽ തുടങ്ങാം. നിങ്ങൾ ശരിക്കും ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ, ഒരു മണിക്കൂർ എടുത്തൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തിലാണെന്ന്. ആൻഡ് അതിൽ നിങ്ങൾക്കൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണെങ്കിൽ ഞാൻ ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിംഗ് ആണ് പഠിക്കാൻ തുടങ്ങിയത്. ആൻഡ് ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്ത ഹാബിറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ യൂട്യൂബ് ചാനൽ. കൂടാതെ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ടൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനായിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഞാൻ ഉപയോഗിച്ച, ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ എനിക്ക് ഡാൻസിങ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഥക്കിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ലൈക്ക് ഐ മെയ്ഡ് എ സെറ്റ് ഓഫ് ഹാബിറ്റ്സ്. അപ്പോൾ എനിക്കൊരു എംപ്റ്റിനെസ് ഫീലിംഗ് ഇല്ല, ഞാൻ എൻഗേജ്ഡ് ആണ്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആണെന്നും എനിക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും അതിൽ നിന്ന് കിട്ടും. സോ മൈ ഫസ്റ്റ് ടിപ്പ് ഈസ് സ്റ്റാർട്ട് യുവർ ഹാബിറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് ഒരു നല്ല ഹാബിറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്ന ഒരു നല്ല ഹാബിറ്റ് കണ്ടുപിടിക്കുക, അത് ലൈഫിൽ കൊണ്ടുവരിക. സെക്കൻഡ് ടിപ്പ് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒരുപാട് സ്ക്രീൻ ടൈം നമുക്കുണ്ട്, ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് കൺസ്യൂമിങ് റിലേറ്റബിൾ കണ്ടൻറ്റ്. റിലേറ്റബിൾ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ ഒരു ഇൻക്രീസ്ഡ് സ്ക്രീൻ ടൈമും സോഷ്യൽ മീഡിയ അഡിക്ഷനും കാരണം നമ്മുടെ ഒരു ഫോക്കസ് ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവുന്നുണ്ടായിരിക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കാണുമ്പോൾ അതിൽ ഒരാൾ വന്ന് പറയുകയാണ് ലൈക്ക് 2 മണിക്കൂർ പോയിട്ട് 2 മിനിറ്റ് പോലും ഇപ്പോൾ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ല, ഇന്ന് എനിക്കൊരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ഡേ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. ആൻഡ് അങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ ആ ഒരു
അവസ്ഥയെ നോർമലൈസ് ചെയ്യും. ലൈക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു നോർമലൈസ്ഡ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമല്ല. അത് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നോർമലൈസ്ഡ് ആവുകയും ഇതൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാതെ ഇരിക്കും. അങ്ങനെ പറ്റുമ്പോൾ നമ്മുടെ തന്നെ പ്രൊഡക്ടിവിറ്റീനെ, നമ്മുടെ തന്നെ എഫിഷ്യൻസിനെയാണ് അത് ബാധിക്കുക. സോ സ്റ്റോപ്പ് കൺസ്യൂമിങ് റിലേറ്റബിൾ കണ്ടന്റ്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഈ റിലേറ്റബിൾ കണ്ടന്റ്സും നെഗറ്റീവ് കണ്ടന്റ്സും ഒക്കെ എങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന്. ബേസിക്കലി എനിക്കതിൻ്റെ ടെക്നിക്കൽ പോസിബിലിറ്റീസ് അറിയില്ല, എങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ബേസിക്കലി 2 അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ആ പുതിയ അക്കൗണ്ടിൽ ഞാൻ എനിക്ക് ആവശ്യമുള്ള, എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാത്ത കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ എന്തെങ്കിലും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് ഡിസ്ട്രാക്ഷൻ തരുന്നതല്ല, എന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യും. ഇൻസ്റ്റാഗ്രാം ഞാൻ അത്ര ഒരുപാട് യൂസ് ചെയ്യാറില്ല, ഞാൻ ലിമിറ്റൊക്കെ ഇട്ട് വളരെ ഒരു 2 hours കൂടുതൽ ഒരിക്കലും ഞാൻ ഇൻസ്റ്റാഗ്രാം ഒരു ദിവസം യൂസ് ചെയ്യാറില്ല. യൂട്യൂബിലേക്ക് വരികയാണെങ്കിൽ യൂട്യൂബിലും ഞാൻ ഈ ഒരു സെയിം മെത്തേഡ് ഫോളോ ചെയ്യും. എനിക്ക് ആവശ്യമുള്ള കണ്ടന്റ്സ് തരുന്ന ചാനൽസ് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ, അങ്ങനത്തെ കണ്ടന്റ്സ് മാത്രമാണ് ഞാൻ സെർച്ച് ചെയ്യുള്ളൂ, വ്യൂ ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനത്തെ അല്ലാത്ത ഒരു കണ്ടന്റ് സജഷനി വന്നാൽ ഐ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് സജഷൻ വരുന്നതെല്ലാം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് എനിക്ക് ഫോളോ ചെയ്യേണ്ട, എൻ്റെ കരിയർ റിലേറ്റഡ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. ഇൻ കേസ് എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടി, എനിക്ക് എന്തെങ്കിലും ഒന്ന് ലീഷർ ആക്ടിവിറ്റീസ് ചെയ്യണം, എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ് കാണണം എന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ പഴയ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് ഞാൻ അതിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കാണും. എൻ്റെ പുതിയ അക്കൗണ്ടിൽ എനിക്ക് ആവശ്യമില്ലാത്ത എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ബ്ലോഗുകൾ, വേസ്റ്റ് ഓഫ് ടൈം എന്ന് എനിക്ക് തോന്നുന്ന ഒന്നും ഞാൻ എൻ്റെ സെക്കൻഡറി അക്കൗണ്ടിൽ കീപ്പ് ചെയ്യില്ല. പിന്നെ എൻ്റെ പഴയ അക്കൗണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരിക്കലും യൂസ് ചെയ്യില്ല. മേ ബി എൻ്റെ വീക്കെൻഡിലായിരിക്കും 1 or 2 hours ഞാനത് ചെയ്യുക. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ എൻ്റെ വീക്ക് ഡേയ്സിലാണെങ്കിലും വീക്കെൻഡ്സിലാണെങ്കിലും മെയിനായിട്ട് എൻ്റെ ഈ സെക്കൻഡറി അക്കൗണ്ട്സ് എനിക്ക് ഡിസ്ട്രാക്ഷൻസ് തരാത്ത, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് മാത്രമേ ഉള്ളൂ എന്നെനിക്ക് വിശ്വാസമുള്ള സോഷ്യൽ മീഡിയ മാത്രമാണ് ഞാൻ അപ്പോൾ യൂസ് ചെയ്യുള്ളൂ. ഈ മെത്തേഡ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ടിപ്പ് നമ്പർ 3, നിങ്ങൾക്കൊരു ടു ഡു ലിസ്റ്റ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കുക. ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഒരിക്കലും അതിൽ എഴുതരുത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളല്ല ടു ഡു ലിസ്റ്റിൽ എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇന്ന് ചെയ്ത് തീർക്കാനുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ടു ഡു ലിസ്റ്റിൽ എഴുതേണ്ടത്. പിന്നെ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ടു ഡു ലിസ്റ്റ് എഴുതും, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല. അതിൻ്റെ ഒരു മേജർ റീസൺ, നിങ്ങൾ എഴുതുന്ന ടു ഡു ലിസ്റ്റ് നിങ്ങളുടെ ഒരുപാട് എഫേർട്സ് വേണ്ട കാര്യങ്ങളായിരിക്കാം. നിങ്ങളൊരു 5 കാര്യങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ആ 5ഉം നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത്, നിങ്ങൾ ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഫുൾഫിൽ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അത് ചെയ്യാൻ മടി കാണിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുന്നത്. നിങ്ങളൊരു 5 ടു ഡു ലിസ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് വളരെ എഫേർട്ട്ലെസ്ലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് 2 liters ഓഫ് വാട്ടർ കുടിക്കണം, അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ ഒരു പേജ് എങ്കിലും ഇന്ന് വായിക്കണം. അങ്ങനത്തെ ഒരുപാട് എഫേർട്സ് വേണ്ടാത്ത കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളത് ടിക്ക് ചെയ്യുമ്പം നിങ്ങളുടെ ബ്രെയിനിന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. സോ ദാറ്റ് നിങ്ങൾ ബാക്കി കാര്യങ്ങളോട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ടിപ്പ് നമ്പർ 4, മേക്ക് ഇറ്റ് എ റൊട്ടീൻ. നിങ്ങൾക്ക് ചിലപ്പോൾ ഹാബിറ്റ് ഉണ്ടായിരിക്കാം, നിങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ടായിരിക്കാം, പക്ഷേ ഇതൊന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അതും നിങ്ങളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാത്തതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നിങ്ങൾക്കതൊരു റൊട്ടീനായി. രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കൊരു റൊട്ടീനായി. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാബിറ്റും നിങ്ങളുടെ ടു ഡു ലിസ്റ്റും എല്ലാം നിങ്ങളുടെ ഒരു റൊട്ടീൻ്റെ ഭാഗമാക്കുക.
ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് 1 ബോട്ടിൽ ഓഫ് വാട്ടർ കുടിക്കും. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. അത് എല്ലാ ദിവസവും ഞാൻ രാവിലെ ബ്രഷ് ചെയ്ത് വന്നിരുന്ന് വെള്ളം കുടിക്കുമ്പോൾ ഞാനിത് എഴുതും. ഇറ്റ് ഹാസ് ബിക്കം എ റൊട്ടീൻ ഫോർ മീ. അതുപോലെ നിങ്ങളുടെ ഹാബിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് മേ ബി ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞ് നെക്സ്റ്റ് തിങ് ടു ഡു ഈസ് നിങ്ങളുടെ ഹാബിറ്റ് നിങ്ങൾക്ക് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് ഒരു ബുക്ക് വായിക്കുന്നതാണ് നിങ്ങളുടെ ഹാബിറ്റ് എങ്കിൽ സ്റ്റാർട്ട് റീഡിങ് ദ ബുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ആണെങ്കിൽ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ്. അങ്ങനെ നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ ഒരു പ്രത്യേക എഫേർട്ടൊന്നും ആവശ്യം വരില്ല. നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ അതങ്ങ് ചെയ്തു പോകും. ആൻഡ് ഇത് നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് ഈസി ആക്കും. ലാസ്റ്റ് ടിപ്പ് ഈസ് ലിസൺ ടു യുവർ ബയോളജി. നമ്മളിൽ പല ആൾക്കാരും, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ പേരൻസ് പറയുമായിരുന്നു രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പഠിക്കാനൊക്കെ. പക്ഷേ എൻ്റെ ബയോളജി, ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണ്. എനിക്ക് വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് പഠിച്ചാൽ എനിക്ക് തലയിൽ കയറുകയില്ല, എനിക്ക് നല്ല ഉറക്കം വരിക, ഉറക്കക്ഷീണം ഉണ്ടാവും. ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണ്. എനിക്ക് രാത്രി എത്ര ലേറ്റായിട്ട് പഠിച്ചാലും എനിക്കൊരു വിഷയമില്ല. പിറ്റേ ദിവസം ഞാൻ ഫ്രഷ് ആയിരിക്കും, പഠിച്ചതെല്ലാം എനിക്ക് ഓർമ്മയിലുണ്ടാവും. സോ എൻ്റെ ബയോളജി ആ ഒരു രീതിയിലാണ്. സോ നിങ്ങളുടെ ബയോളജി എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ആൻഡ് ആ രീതിയിൽ വേണം നിങ്ങളുടെ ഹാബിറ്റ്സും റൊട്ടീനും എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വീഡിയോസ് 4 AM റൊട്ടീൻ, 5 AM റൊട്ടീൻ ഉള്ള വീഡിയോസ് കണ്ടിട്ട് അതൊന്നും ഫോളോ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ലേറ്റായിട്ട് എഴുന്നേറ്റിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ ചെയ്യുക. അല്ലാതെ മറ്റൊരാൾ ഈ സമയത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ സമയമാണ് ബെറ്റർ എന്ന് ഒരാൾ നിങ്ങൾ അഡ്വൈസ് ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബയോളജി മാറ്റേണ്ട ആവശ്യമില്ല. സോ മൈ ലാസ്റ്റ് ടിപ്പ് ഈസ് ലിസൺ ടു യുവർ ബയോളജി. ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത എല്ലാ ടിപ്സും ടെക്നിക്സും എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത്. എൻ്റെ ലൈഫ് മൊത്തത്തിലൊന്ന് ഓർഗനൈസ്ഡ് ആക്കാനും എനിക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങളെയും അത് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.